ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. തളപതി വിജയ് നായകനെത്തുന്ന ഏറ്റവും പുതിയ വമ്പൻ തമിഴ് സിനിമയാണല്ലോ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇപ്പോഴത്തെ ഗോട്ടിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഓരോന്നായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സെൻസർ ചെയ്യപ്പെട്ട സിനിമയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ്. UA സർട്ടിഫിക്കറ്റ് ലഭ്യമായ സിനിമയ്ക്ക് 3 മണിക്കൂറിനടുത്ത് ദൈർഘ്യമുണ്ട് എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. സമീപകാല വിജയ് സിനിമകളിൽ ഏറ്റവും ദൈർഘ്യമേറിയ സിനിമ കൂടിയായിട്ട് ദി ഗോട്ട് മാറുകയാണ്. ചിത്രത്തിന്റെ എൻഡ് ക്രെഡിറ്റ് രംഗങ്ങളായിട്ട് സിനിമയുടെ മേക്കിംഗ് വീഡിയോ കൂടി പ്രദർശിപ്പിക്കുമെന്നൊരു റിപ്പോർട്ട് കൂടി കഴിഞ്ഞ ദിവസം വന്നിരിക്കുകയാണ്. ഇതിനിടയിൽ ദി ഗോട്ട് എന്ന സിനിമയുടെ ട്രെയിലർ റിലീസിന് ശേഷം സിനിമയുടെ പ്രസ് മീറ്റിൽ നിർമ്മാതാവ് അറിയിച്ചതാണ് സിനിമ റിലീസിന് മുന്നേ ഇതിനോടൊപ്പം തന്നെ ലാഭം നേടിക്കഴിഞ്ഞിരിക്കുകയാണ് എന്ന്. വിജയുടെ കരിയറിലെ തന്നെ ഏറ്റവും ചെലവേറിയ സിനിമയായിട്ടാണ് വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന ദി ഗോട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. എന്നിട്ടും സിനിമ റിലീസിന് മുന്നേ ലാഭം നേടിയെടുത്തു എന്ന് പറയുമ്പോൾ എത്രത്തോളം കോടികൾ സിനിമ ഇതിനോടൊപ്പം തന്നെ പ്രീ ബിസിനസ് കളക്ഷനായിട്ട് നേടിയിട്ടുണ്ടാകുമെന്ന് അറിയാനായിട്ട് ഒരുപാട് പ്രേക്ഷകർക്ക് ആകാംക്ഷയുണ്ട്. നമുക്ക് ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം 550 കോടിക്കടുത്തേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് പ്രീ സെയിൽ ബിസിനസ് കളക്ഷൻ എത്തിയിരിക്കുകയാണ്. ഇതിൽ സിനിമയുടെ വേൾഡ് വൈഡ് തിയേറ്റർ ബിസിനസ്, ഒപ്പം തന്നെ OTT സാറ്റലൈറ്റ് അവകാശങ്ങളുടെ വിൽപ്പന, ഓഡിയോ റൈറ്റ്സ് എല്ലാം തന്നെ പെടുമെന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് ബിസിനസ് മാത്രം ഏകദേശം 250 കോടിയോളം രൂപയ്ക്കാണ് ലോകമെമ്പാടും വിറ്റഴിക്കപ്പെട്ടത് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന നിലവിലെ റിപ്പോർട്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇനിയും ലിയോ ലെവൽ ഹൈപ്പിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെങ്കിലും ദി ഗോട്ട് എന്ന സിനിമയുടെ റെക്കോർഡ് ബിസിനസ് കണക്കാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ കേരള റിലീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ഗോകുലം മൂവീസ് ലിയോയ്ക്ക് ശേഷം കേരളത്തിൽ വിതരണത്തിനായിട്ട് കൊണ്ടുവന്ന വിജയ് ചിത്രത്തിന് ലിയോ പോലെ അതിരാവിലെ 4 മണിക്ക് ഷോ ഉണ്ടാകില്ല എന്നും, എന്നാൽ അതിരാവിലെ തന്നെ ആയിരിക്കും കേരളത്തിലെ സിനിമയുടെ പ്രദർശനം ആരംഭിക്കുക. അത് 6 മണിക്കോ 7 മണിക്കോ ആയിരിക്കും എന്നൊരു റിപ്പോർട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. തിയേറ്റർ ഉടമകൾ അനുമതി നൽകിയാൽ അതിരാവിലെ 6 മണിക്ക് സിനിമയുടെ പ്രദർശനം ആരംഭിക്കാനായിട്ട് കഴിഞ്ഞാൽ അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ സിനിമയുടെ ബുക്കിംഗ് ആരംഭിക്കാനായിട്ട് കഴിയും. ആ അനുമതിക്കായിട്ട് കാത്തിരിക്കുകയാണ് സിനിമയുടെ ബുക്കിംഗ് അപ്ഡേറ്റ് ഗോകുലം മൂവീസ് പുറത്തുവിടാനായിട്ട്. കേരളത്തിലെ ഫാൻ ഷോ ചാർട്ടിംഗ് എല്ലാം തന്നെ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കുതിക്കുകയാണ്. സിനിമയുടെ റെഗുലർ ഓൺലൈൻ ബുക്കിംഗ് ഈ മാസം അവസാനത്തോടെ തന്നെ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കാത്തിരിക്കൂ കൂടുതൽ ഗോട്ട് വാർത്തകൾ കേട്ട്.